തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം കൊട്ടിക്കയറി അവസാനിച്ചു. ഇനി നാളെ ഒരു ദിവസം, മറ്റന്നാൾ കേരളം വിധി എഴുതുകയാണ്. മറ്റന്നാൾ കേരളം ബൂത്തിലേക്ക് എത്തുകയാണ്. വരുന്ന 5 വർഷം ആര് നമ്മെ ഭരിക്കും എന്ന് തീരുമാനിക്കുന്ന അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരേ ഒരു ദിവസത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് കഴിഞ്ഞ 25 ദിവസങ്ങളായി സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായ വിഷയങ്ങൾ? എന്താണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും ഗ്രൗണ്ട് സിറ്റുവേഷൻ? ഇതാണ് ഇനി വരുന്ന 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളം എങ്ങോട്ട് എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് മെയ് 4 അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിനു മുൻപായി എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നത്, എന്താണ് നാളെ മറ്റന്നാൾ തുടങ്ങിയ ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നത്, ഇത് സംബന്ധിച്ച ഒരു ചെറിയ അവലോകനത്തിലേക്കാണ് നമ്മൾ ഇനി വരുന്ന 2 മണിക്കൂർ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്താണ് നിലവിലെ കേരള നിയമസഭയിലെ സാഹചര്യം നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴുള്ള കക്ഷിനില നോക്കാം നമുക്ക്. 99 സീറ്റുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 41 UDF ഉണ്ടായിരുന്നത്. ഇതിലെ ഒരു സീറ്റ്, നിലമ്പൂർ സീറ്റ്, പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ UDF പിടിച്ചെടുത്തപ്പോൾ 42 സീറ്റായി. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി അതിഗംഭീരമായ വിജയം നേടിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയത്. അപ്പോൾ UDFന് ഭരണം പിടിക്കണമെങ്കിൽ ഈ 99 - 1 98 നിന്നുള്ള സീറ്റുകൾ എത്ര കുറയ്ക്കണം എന്നുള്ളതാണ് അതിനിർണായകമാവുക. ഇനി വോട്ട് ശതമാനം കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം പെട്ടെന്ന്. കേരള നിയമസഭയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വിഹിതം ഈ കാണുന്നതാണ്. 45.93 LDFന്റെ വോട്ട് ഷെയർ, 39.47 ആയിരുന്നു UDFന്റെ വോട്ട് ഷെയർ, 12.41 NDAയുടെ വോട്ട് ഷെയർ. ഈ LDFും UDFും തമ്മിലുള്ള ഈ 5% ഗ്യാപ്പ് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകമായി മാറിയത്. NDAക്ക് 12%-ലധികം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. കേരളം ട്രഡീഷണലി 2 മുന്നണികൾ തമ്മിലുള്ള മത്സരം ഉള്ള ഒരു സംസ്ഥാനമാണെങ്കിലും മൂന്നാമതൊരു കക്ഷി പ്രബലമായി വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ബൈപോളാർ കോൺടെസ്റ്റ് ആയിരുന്നത് മൂന്നാമത്തെ ഒരു കക്ഷിയുടെ, മൂന്നാമത്തെ ഒരു മുന്നണിയുടെ ശക്തിപ്പെടലോടുകൂടി അങ്ങനെ അല്ലാതായി മാറുകയും ചെയ്തു. അപ്പോൾ മൂന്നാം കക്ഷി പിടിക്കുന്ന വോട്ടും വളരെ നിർണായകമാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളെ പൊതുവെ വിലയിരുത്തുന്നത് ഈ സ്വിംഗ് തിയറി അനുസരിച്ചല്ല, മറിച്ച് ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി അനുസരിച്ചാണ്. ഡോമിനന്റ് പാർട്ടി പരാജയപ്പെടണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻ യൂണിറ്റി ആവശ്യമുണ്ട്. ഇവിടെ ഭരണവിരുദ്ധ വോട്ടുകൾ 2ആയി വിഭജിക്കപ്പെട്ടു പോവുകയാണ് എങ്കിൽ ഡോമിനന്റ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഏറ്റവും സുശക്തമായ തിയറി. അപ്പോൾ LDFന്റെ വോട്ട് ഷെയർ വല്ലാതെ താഴെ പോവുക എന്നുള്ളതാണ് LDF തോൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമോ കാരണമോ ആയി വരിക. അത് ഇത്തവണ UDFനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചോദ്യം.